ഹായ് ഗായ്സ്. അപ്പം ഞാൻ സർപ്രൈസായിട്ട് നാട്ടിൽ പോവാണ്. ആർക്കും അറിയില്ല ഞാൻ പോണത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വരും എന്നുള്ളൊരു ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഞാൻ വരും എന്നുള്ളത്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് നാട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് ആരൊക്കെ സർപ്രൈസാവും. എയർപോർട്ടിൽ എത്തിയപ്പോൾ ഗായ്സ് ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മണിക്കൂറല്ല, 4-5 മണിക്കൂർ ഡിലേ ആയി. പിന്നെ നമ്മൾ ഒരു കണക്ട് ചെയ്തപ്പോൾ ഒരു പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഡിലേ ആണ്. അങ്ങനെ ഫ്ലൈറ്റ് ഒരു 4-5 വട്ടം ഡിലേ ആയി. അപ്പോൾ ഒരു പറഞ്ഞ് ഞങ്ങൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താട്ടി അത് കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് ആ ഫ്ലൈറ്റാണ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വേറെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തു. സംഭവം പോയിട്ട് എനിക്ക് വലിയ അർജൻറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഓൾറെഡി ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് റൂമിൽ നിന്നൊക്കെ റെഡി ആയി ഇറങ്ങിയല്ലേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു മൂഞ്ചില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇനി ഇങ്ങനെ ശശിയാവുമോ എന്നുള്ളൊരു ഫീലിംഗ് വന്നതുകൊണ്ട് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് ആ ഫ്ലൈറ്റ് ഫുൾ കറക്റ്റായിരുന്നു. സെറ്റ് ചെയ്യുന്ന ആ ഫ്ലൈറ്റ് എനിക്ക് ഫുൾ സ്മൂത്തായിട്ട് ഞാൻ നാട്ടിലെത്തി. ഇതിൻ്റെ പ്രോസസ്സൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ഫുള്ള് ഫ്ലൈറ്റ് ഇങ്ങനെ വരാനുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു. ഫൈനലി ഫ്ലൈറ്റൊക്കെ വന്ന് അതിൽ കയറി. ഞാനാണെങ്കിൽ വിൻഡോ സീറ്റ് ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതന്നെ കിട്ടുകയും ചെയ്ത് ഭയങ്കര സുഖമായിട്ട് ഞാൻ നാട്ടിലെത്തി. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്ന് കുറച്ചേരം കിടന്ന് ഉറങ്ങി അങ്ങനെ ഭയങ്കര സുഖമായിട്ട് അങ്ങോട്ട് നാട്ടിലെത്തി. വിൻഡോ സീറ്റ് ഞാൻ മേടിക്കാൻ തന്നെ കാരണം ഇങ്ങനെയൊക്കെ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഫൈനലി ഐ റീച്ച്ഡ് കോഴിക്കോട് എയർപോർട്ട്. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് ഇടിപ്പിച്ചതാണിത്. വീട്ടിൽ എത്താനായപ്പോൾക്ക് 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ മോർണിംഗിൽ സർപ്രൈസ് ആക്കാം, അല്ലെങ്കിൽ ഉറക്കത്തു നിന്നൊക്കെ നീപ്പിച്ചതിന് ചിലപ്പോൾ സർപ്രൈസ് ഒന്നും മാത്രമാവില്ല. അപ്പോൾ ഞാൻ കരുതി മോർണിംഗിൽ സർപ്രൈസ് ആക്കാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി. അങ്ങനെ രാവിലെ ആൻഡ് ഇറ്റ്സ് ദി ടൈം ഫോർ സർപ്രൈസ് ഗൈസ്. ഇനിയാണ് സംഭവങ്ങൾ. जो मेरी मंजिलों को जाती है तेरे नाम की कोई सड़क है जो मेरे दिल को दिल बनाती है तेरे नाम की कोई धड़क है ഗൈസ് ഞാൻ വരുന്നില്ല എപ്പോൾ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് വായ പറയാം. അപ്പോൾ ഞാൻ അപ്രാവശ്യം വരുന്നില്ല പറഞ്ഞ് അങ്ങനെ ഞാൻ പിടിച്ചു നിന്ന് പെട്ടെന്ന് നിന്നെ കണ്ടതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇമോഷണലായത്. പാർക്കൊക്കെ ഉണ്ടോ? സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടോ? പക്ഷേ ഗുഡ് മോർണിംഗ് താച്ചിതാരാ? ഗുഡ് മോർണിംഗ് താച്ചേ ഇതാരാ? താച്ചേ താശേ അയ്യോ എന്ത് വേണ്ടേ? ചോക്ലേറ്റ് വേണോ? താശിതാരാ? ഷഫക്കോളി ബീച്ചിൽ പോണട്ടോ ഞമ്മക്ക്. ഇന്നലെ തൊട്ടിന്ന് ഇറങ്ങിയ പറഞ്ഞാണ്. അങ്ങനെ അടുത്ത സർപ്രൈസിലിട്ട് പോവുകയാണ്. കേട്ടോ ഇല്ല ഞാൻ കരുതി പഠിച്ച എന്താ പിന്നെ മോളുടെ ഭാഗം എന്താണ് ആളായത്. പണിക്ക് കൊടുത്തൊന്നും കിട്ടിയിട്ടില്ലല്ലേ. ഹായ് ബസ്സു.
പറയൂ. I'm so happy. Tell me. Let's go. Hi, Anas. മറ്റൊന്നും തെച്ചിട്ടില്ല ഒന്നും. Hi, Silu. Surprise ആയില്ലേ? ഇവിടെ എല്ലാരും മീനു ചാടി മറിയുന്ന അറിയുന്ന അത്ര ഒന്നും കിട്ടില്ല. നമ്മളെങ്ങോട്ടാ പോണേ? ആരാച്ചു കാക്കുക? നോ, ആ താത്താന്റെ ഓക്കെ. ഒരു ബൈ ബൈ കൊടുത്തല്ലോ അമ്മക്ക്. ബൈ ബൈ. ഞാനല്ല. ആര് വന്നിട്ടേ? സർപ്രൈസ് ആയോ? വരുന്നുണ്ട് കേട്ടോ, എന്നിട്ട് വന്നതൊന്നും അറിയില്ല. പറയാതെ വന്നതാ. സർപ്രൈസ് ആയതാ. ഓളമാണെങ്കിൽ അഭിനയിച്ചു തരും. അഭിനയ സിംഹ. എന്താ എങ്ങനെ ഉറങ്ങി ഇങ്ങനെ നീക്ക? അതെടാ അഫ്നന്റെ മുഖം കാണിക്ക്. Yes, yes, man. Yeah.